أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് വേർപെട്ട് ഖബറിൻ്റെ ലോകത്ത് വസിക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സൂറത്തുൽ കൗസർ. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂക്തം. അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ സൂറത്ത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം, അവതരണ പശ്ചാത്തലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺ സന്താനത്തിൽ അവസാനത്തെ സന്താനം മരണപ്പെട്ടു. ഈ സമയത്ത് ഖുറൈശികളുടെ നേതാവായ കഅബ് ബിൻ അശ്റഫ്, അതുപോലെ തന്നെ ഖുറൈശികളിലെ ഒരു വലിയ സംഘം ആളുകൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് പറഞ്ഞ് കളിയാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർ ചോദിച്ചു, അന്ത സയ്യിദുഹും അലാ തറ ഇലാ ഹാദ സബിയിൽ മുൻബത്തർ മിൻ ഖൗമിഹി, നീയാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ നേതാവാണെന്ന് അവകാശപ്പെടുന്നത്? ഇതാ നിന്റെ അനന്തരാവകാശിയാകാൻ, നിന്റെ പിൻഗാമിയാകാനുള്ള ഈ മകൻ ഇതാ മരണപ്പെട്ടിരിക്കുന്നു. സാധാരണ അറബികളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, അബ്തർ എന്ന്, അഥവാ ആൺമക്കൾ മരണപ്പെടുമ്പോൾ ആൺമക്കളില്ല എങ്കിൽ അവര് വാലറ്റവർ എന്ന് പറയാറുണ്ട്. അബ്തർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ പരമ്പര, നമ്മുടെ കുടുംബത്തിൻ്റെ പരമ്പര നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണ്, പെൺമക്കളിലൂടെയല്ല. പെൺമക്കൾ മറ്റൊരു കുടുംബത്തിൽ വിവാഹം കഴിച്ചു കൊടുത്ത് അവരിൽ സന്താനങ്ങളായി, അവരുടെ പരമ്പര വേറെയാണ്. നമ്മുടെ പരമ്പര നിലനിൽക്കുന്നത് ആൺമക്കളിലൂടെയാണ്. അപ്പം ആൺമകൻ മരണപ്പെട്ടാൽ, പിൻഗാമി മരണപ്പെട്ടാൽ ഖുറൈശികൾ വിളിച്ചിരുന്ന ഒരു പേരാണ് അബ്തർ, വാലറ്റവൻ എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി ഇത്തരം ആളുകൾ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൊമ്പരവും വേദനയും മാറ്റിക്കൊടുത്തതാണ് ഈ സൂറത്ത്. അള്ളാഹു പറഞ്ഞു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ താങ്കൾക്ക് ധാരാളം നന്മകൾ നാം നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം, ഹൗദുൽ കൗസർ നൽകിയിരിക്കുന്നു, കൗസർ നൽകിയിരിക്കുന്നു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് നാഥന് വേണ്ടി നമസ്കരിക്കുകയും ബലി കൊടുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തീർച്ചയായും താങ്കളോട് വിദ്വേഷം കാണിക്കുന്നവർ
ശത്രുത പുലർത്തുന്നവരാണ് വാലറ്റവർ. ആരാണോ താങ്കളോട് ശത്രുത കാണിക്കുന്നത് അവരാണ് പരമ്പര നഷ്ടപ്പെട്ടവർ, അവരാണ് വാലറ്റവർ. താങ്കൾ ഒരിക്കലും വാലറ്റയാളല്ല. താങ്കൾക്ക് നാം ഹൗദുൽ കൗസർ നൽകിയിരിക്കും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ തല ഉയർത്തി ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ചോദിച്ചു, ലിമ ലഹിഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് എന്താണ് ചിരിക്കുന്നത്? അങ്ങ് ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഉൻസിലത അലയ്യ ആനിഫ. ദാ ഈ തൊട്ടുടനെ, ആനിഫ് എന്ന പദം ഉപയോഗിക്കുന്നത് കുറേ നേരം കഴിഞ്ഞല്ല, ഉടനെ നടത്തും. ദാ ഒരു അല്പസമയത്തിന് മുമ്പ് എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന സൂറത്ത് അവതരിച്ചു. ഇതിൻ്റെ അവസാനം എത്തിയപ്പോൾ എന്നോട് ചോദിക്കപ്പെട്ടു, ഹൽ തറൂന മൽ കൗസർ, കൗസറിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും അറിയാമെന്ന് നമ്മൾ മറുപടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൗസറിനെ വിശദീകരിച്ചു, ഹുവ നഹറുൻ അഅതാനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി മാത്രമായി നൽകിയ ഒരു നദിയാണ്. ഫിൽ ജന്ന, സ്വർഗത്തിൽ. അലൈഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം നന്മകളുണ്ട്. തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തുകൾ, എൻ്റെ അനുയായികൾ ആ ഹൗദുൽ കൗസറിൻ്റെ അരികിൽ എൻ്റെ അടുക്കലേക്ക് ഹാജരാകും. ആനിയതുഹു അദദുൽ ഖവാഖിബ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമമാണ് അതിലെ പാത്രങ്ങൾ, കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. അഹ്ലാ മിനൽ അസൽ, തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. മാത്രമല്ല പാലിനേക്കാൾ വെളുപ്പേറിയതുമാണ്. അതിൽ നിന്ന് ഒരു ഇറുക്ക് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ അവൻ ലാ യദ്മഉ ബഅദഹാ അബദ, ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അവന് ദാഹം സംഭവിക്കുകയില്ല. അങ്ങനെ മഹത്വമേറിയ ഒന്നാണ് ഹൗദുൽ കൗസർ. എനിക്ക് അല്ലാഹു പ്രത്യേകമായി നൽകിയതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കെ ഇത് കാണുകയാണ്, കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ആ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് വരുന്നു. പക്ഷേ അവനിലേക്ക് പാനീയം കുടിപ്പിക്കപ്പെടുന്നില്ല. അവനെ തടയപ്പെടുന്നു, അവനെ മാറ്റപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബി തങ്ങൾ ചോദിച്ചു, ഫഅഖൂലു യാ റബ്ബി ഇന്നഹു മിൻ ഉമ്മത്തി, യാ അല്ലാഹ്, അവൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ്, എൻ്റെ സമുദായത്തിൽപ്പെട്ടവനാണ്, എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനാണ് അവൻ എന്താണ് മാറ്റപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു പറയുമത്രേ, ഫയുഖാലു ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക, ഓ നബിയെ, താങ്കൾക്കറിയില്ല, താങ്കൾ ആഖിറത്തിലേക്ക് വന്നതിന് ശേഷം, അഥവാ അങ്ങ് മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചിരുന്ന വ്യക്തിയാണ് അയാൾ. ആ വ്യക്തിയാകട്ടെ മാ അഹ്ദതു ബഅദക, അങ്ങ് ദീനിൽ കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത, പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത പലതും പുതുതായി നിർമ്മിച്ചയാളാണ്. ദീനിൽ പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചയാളാണ് ആ ആള്. അതുകൊണ്ടാണ് അയാളെ അതിൽ നിന്ന് മാറ്റപ്പെട്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെടുന്നു. അഊദു ബില്ലാഹി, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗദുൽ കൗസർ അല്ലെങ്കിൽ ധാരാളം നന്മ, രണ്ടഭിപ്രായവും മുഫസ്സിരികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം ഹൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് നൽകി. അതിന് ശുക്രെന്നോണം ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഈ നമസ്കാരവും ഈ ബലിയും ബലിപെരുന്നാളിൻ്റെ നമസ്കാരമാണെന്നാണ് കൂടുതൽ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആണ് ബലി നബിതങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ളത്. അതിന് ആധാരം ഈ ആയത്താണെന്നാണ്. അങ്ങ് നമസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ, അങ്ങ് ബലി കൊടുക്കുകയും ചെയ്യുക. ഇന്ന ശാനിഅക, താങ്കളോട് ആരാണോ ശത്രുത വെച്ചു പുലർത്തുന്നത് അവരാണ് വാലറ്റവർ. ഹുവൽ അബ്തർ, അവരാണ് വാലറ്റവർ.
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഈ സൂക്തം അല്ലാഹു അവതരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ലബീദ് എന്ന് പറയപ്പെടുന്ന അറബുകളിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ആ അറബികൾ അമ്പരന്നു. സാധാരണ നബിതങ്ങൾക്കൊരു സൂറത്ത് ഇറങ്ങുമ്പോൾ, ഒരു ആയത്ത് ഇറങ്ങുമ്പോൾ ആ ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭിത്തിയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുമായിരുന്നു സഹാബാക്കൾ, ആളുകൾ കാണാൻ, വായിക്കാൻ, പാരായണം ചെയ്യാൻ. അങ്ങനെ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ അറബികളെ വല്ലാതെ വിരളി പിടിപ്പിച്ചു, വല്ലാതെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്ന് അവരുടെ നേതാവ് യോഗം വിളിച്ചു കൂട്ടി. അറബികളിലെ മുഴുവൻ സാഹിത്യകാരന്മാരെയും ഒരുമിച്ച് കൂട്ടി. അന്ന് ജീവിച്ചിരുന്ന ആളുകളിലെ ഏറ്റവും വലിയ സാഹിത്യകാരനാണ് ലബീദ് എന്ന് പറയുന്നയാൾ. ലബീദിനോട് അബൂജഹൽ പറഞ്ഞു, താ കണ്ടില്ലേ, കൃത്യമായ മൂന്ന് വാക്കുകൾ, 3 ആയത്തുകൾ കൊണ്ട് ഒരു ചെറിയൊരു സൂക്തം മുഹമ്മദ് കഅബാലയത്തിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനേക്കാളും മെച്ചമായതൊന്ന് അല്ലെങ്കിൽ അതിന് തുല്യമായതൊന്ന് നിങ്ങളും എഴുതണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനല്ലേ, അറബി സാഹിത്യകാരനല്ലേ നിങ്ങൾ, ഏറ്റവും വലിയ പണ്ഡിതനല്ലേ നിങ്ങൾ, അതിന് തുല്യമായതൊന്ന് നിർമ്മിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ലബീദ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. കഅബാലയത്തിന്റെ ചുമരിന്റെ അരികിലേക്ക് വന്നു, പേനയെടുത്തു. അദ്ദേഹം നോക്കി, ഒരാവർത്തി വായിക്കാൻ തുടങ്ങി. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അയാളുടെ നാക്ക് പഴയാൻ തുടങ്ങി, കണ്ണുകളിൽ ഇരുട്ട് കയറി. അദ്ദേഹത്തിന്റെ പേന കൊണ്ട് അതിന്റെ ചുവടെ അദ്ദേഹം എഴുതി മാ ഹാദാ ഖൗലുൽ ബശർ. അങ്ങനെ തന്നെ ആ സൂറത്തിനെ എഴുതുകയും അതിന്റെ താഴെ അയാളുടെ വകയായി അയാൾ എഴുതി മാ ഹാദാ ഖൗലുൽ ബശർ. ഇതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല, ഇതൊരു മനുഷ്യന്റെ വർത്തമാനമല്ല, ഇതിൽ അത്ഭുതങ്ങളുണ്ട്. അന്ന് അറബികളിലെ ഏറ്റവും വലിയ, മക്കയിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, നിമിഷ കവി, അയാൾ എഴുതി വെച്ചു മാ ഹാദാ ഖൗലുൽ ബശർ. ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് മനുഷ്യന്റെ സംസാരമല്ല എന്ന് പറഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം കലിമ ചൊല്ലുകയും ഇസ്ലാമാവുകയും മുസ്ലിമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് മുഅ്മിനീങ്ങളെ അദ്ദേഹം കണ്ടെത്തിയ അത്ഭുതം? അദ്ദേഹം കണ്ടെത്തിയ ഒരു അത്ഭുതം 10ന്റെ 10 അത്ഭുതങ്ങളാണ്. എത്രയുടെ? 10ന്റെ 10 അത്ഭുതം. ഈ സൂറത്തിനകത്ത് 10ന്റെ 10 അത്ഭുതമുണ്ട്. ഏതാണ് 10 അത്ഭുതം? ഏതാണ് 10 അത്ഭുതം? ഈ ചെറിയ സൂറത്തിനകത്ത്, അഥവാ കേവലം 3 ആയത്തിനകത്ത് 10ന്റെ 10 അത്ഭുതങ്ങൾ നമുക്ക് ഈ സൂറത്ത് മനസ്സിലാക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിച്ച് കേൾക്കുക. 1, 3 ആയത്തിലും 10 അക്ഷരങ്ങൾ വീതമാണ് ഉള്ളത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ 10 അക്ഷരങ്ങളാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ 10 അക്ഷരങ്ങളാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ 10 അക്ഷരങ്ങൾ. എന്നെ നോക്കിക്കോളൂ. 3 ആയത്തിലും 10 അക്ഷരങ്ങൾ വീതമാണ്. ഇനി രണ്ടാമത്തത്, ഈ 3 ആയത്തിൽ ആകെ 10 വാക്കുകളാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യം! 10 വാക്കുകളാണ് ഈ 3 സൂറത്തുകളിലുള്ളത്, ഈ 3 ആയത്തുകളിലുള്ളത്. 3 ഈ സൂറത്തിൽ ആകെ ആവർത്തിച്ചു വരുന്ന ഒരേ ഒരക്ഷരം ഏതാണ്? ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരേ ഒരക്ഷരം എന്ന് പറയും. ഉറക്കെ പറയും, നോക്കിയിരിക്കല്ലേ നിങ്ങൾ, ഒന്ന് ഉറക്കെ പറയും. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അതിൽ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു അക്ഷരമേ ഉള്ളൂ, ഒറ്റ അക്ഷരമേ ഉള്ളൂ. ഏതാണത്? റായോ? റായോ? കൂടുതൽ ആവർത്തിച്ചു വന്നത് അലിഫാണ്. ഏതക്ഷരമാണ്? അലിഫ് എന്ന അക്ഷരമാണ് അതിനകത്ത് ആവർത്തിച്ചു വന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരേ ഒരു അക്ഷരം. അത് എത്ര തവണയാണ്? 10 പ്രാവശ്യമാണ്. ഇപ്പൊ ഇരുന്ന് എണ്ണണ്ട, വീട്ടിൽ പോയി തന്നെയാ മതി. എന്തെങ്കിലും പെശ കൊണ്ടേയിട്ട് നിങ്ങൾക്ക് എന്നോട് വന്നിട്ട് പറയാം. അലിഫ് എന്ന അക്ഷരം 10 തവണ
10 പ്രാവശ്യം ഈ സൂറത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഒറ്റ അക്ഷരം. ഇനി ആവർത്തനം ഇല്ലാത്ത അക്ഷരം, ഇതിനകത്ത് വീണ്ടും മടക്കി ആവർത്തിക്കപ്പെടാത്ത അക്ഷരം, ആ അക്ഷരങ്ങളുടെ എണ്ണവും 10 ആണ്. ആവർത്തിക്കപ്പെടാത്ത അക്ഷരങ്ങളുടെ എണ്ണവും 10 ആണ്. അഞ്ചാമത്തത്, ഈ 3 ആയത്തുകളും അവസാനിക്കുന്നത് റ എന്ന അക്ഷരത്തിലാണ്. അഅ്തൈനാകൽ കൗസർ, റ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, റ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, റ. റ എന്ന അക്ഷരത്തിലാണ് ഈ 3 ആയത്തുകളും അവസാനിക്കുന്നത്. അറബി അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരമാണ് റ. അറബി അക്ഷരമാലയിലെ 10ാമത്തെ അക്ഷരമാണ് റ എന്ന് പറയപ്പെടുന്ന അക്ഷരം. ഇനി 6ാമത്തെ അത്ഭുതം, പരിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളാണ്, അഥവാ 114 സൂറത്തുകളാണ്. അതിൽ 10 സൂറത്തുകൾ റ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സൂറത്തുകളാണ്. എത്ര സൂറത്തുകൾ? 10 സൂറത്തുകൾ റ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അതിൽ 10ാമത്തെ സൂറത്താണ് അൽ കൗസർ എന്നുള്ള സൂറത്ത്. സൂറത്ത് മാഇദ, സൂറത്ത് ഹജ്ജ്, സൂറത്ത് ലുഖ്മാൻ, സൂറത്ത് ഷൂറ, സൂറത്ത് ഖബർ, സൂറത്ത് മുംതഹിന, സൂറത്ത് ഖദർ, സൂറത്ത് കൗസർ. ഇങ്ങനെ 10 സൂറത്തുകൾ റ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അതിലെ 10ാമത്തെ സൂറത്ത് സൂറത്തുൽ കൗസറാണ്. 10ാമത്തെ സൂറത്ത് സൂറത്തുൽ കൗസറാണ്. ഇനി ബിസ്മി കൊണ്ട് ആണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. ആകെ ബിസ്മിയിൽ 19 അക്ഷരം. ആകെ ബിസ്മിയിൽ 19 അക്ഷരം. അതിലെ 10ാമത്തെ അക്ഷരം റ എന്ന അക്ഷരമാണ്. ഇനി ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? വൻഹർ, അർത്ഥം കൊടുക്കുക എന്നാണ്. അറിവ് നടത്തുക. അറിവ് നടത്തുന്നത് എന്താണ്? ദുൽഹജ്ജ് എന്തിനാണ് പറയും? ദുൽഹജ്ജ് 10-നാണ്. ഇങ്ങനെ 10ന്റെ 10 അത്ഭുതങ്ങൾ ഈ ചെറിയ സൂറത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ വിവിധങ്ങളായ സൂറത്തുകളെ ഒരു പഠന വിധേയമാക്കുകയാണെങ്കിൽ ഓരോ സൂറത്തുകളും അത്ഭുതങ്ങളുടെ കലവറയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഓഡിയോ കേൾക്കണം, കേട്ടിട്ട് നിങ്ങളിത് കുറിച്ച് വെക്കണം. നീ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്നോട് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഇരുത്തം അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിവിൻ്റെ പരമാവധി ചെറിയ സൂറത്തുകൾ കാണാതെ പഠിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.